നമസ്കാരം. 1989 ക്രിസ്മസ്. ആ ക്രിസ്മസ് ദിവസത്തിന്റെ എൻഡിൽ ഡാർജിലിംഗിലെ വിക്ടോറിയ സ്കൂളിന് സമീപത്ത് വനത്തിൽ ഒരു ലോറിയിൽ തടികൾ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ചില ആളുകൾ. അപ്പോൾ സമയം വൈകുന്നേരം ഏകദേശം ഒരു 5-5:30 മണിയാകും. ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആ ഡൗൺ ഹില്ലിൽ നിന്ന് താഴെ ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള റോഡിലേക്കാണ് അവർക്ക് ആ വാഹനമായി പോകേണ്ടത്. തടി കയറ്റിക്കൊണ്ടിരിക്കുന്നിടയിൽ ആ കൂട്ടത്തിൽ ഒരാൾ ആ തടി കയറ്റുന്ന ആളുകളിൽ നിന്ന് മാറി അല്പം ദൂരേക്ക് നടന്നു. ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി അയാൾ ലേശം കൊണ്ട് മാറിയതാണ്. അയാൾ അല്പം മാറി നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ഒരു സിഗരറ്റ് കൊളുത്തി പുക അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ നിൽക്കുന്നിടത്തുനിന്ന് അല്പം ദൂരെയായിട്ട് ചെടികൾക്കിടയിലായി ആരോ നിൽക്കുന്ന പോലെ അയാൾക്ക് തോന്നി. കാൽപാദം മാത്രമാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് അവിടെ കാണാൻ പറ്റിയത്. കൗതുകം തോന്നിയ ആ ചെറുപ്പക്കാരൻ ആ സിഗരറ്റ് വലിച്ചുകൊണ്ട് തന്നെ പതുക്കെ മുന്നോട്ട് നടന്നു. അയാൾ മുന്നോട്ട് നടന്നത് ആ കാൽപാദത്തിന്റെ ഉടമ ആരെന്നറിയാൻ വേണ്ടിയാണ്. അയാള് ഒരു 8-10 സ്റ്റെപ്പ് നടന്നപ്പോഴേക്കും ആ കാൽപാദത്തിന്റെ ഉടമയെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അയാൾ എത്തി. കാൽപാദത്തിൽ നിന്ന് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയ അയാൾ പെട്ടെന്ന് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിന്ന് പോവുകയാണ്. ശരിക്കും അയാളുടെ ദേഹത്തൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത ഒരു ഫീലാണ് അയാൾക്ക് ഉണ്ടായത്. കാൽ വിരൽ മുതൽ തലമുടി വരെ ശരിക്കും വിറച്ചു പോവുകയാണ്. അവിടെ ആ കുറ്റിക്കാട്ടിൽ 2 ചെടികൾക്കിടയിലായി അയാള് കണ്ട ആ വ്യക്തിക്ക് തലയില്ലാത്ത ഒരാൾ അവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആളുടെ ബോഡി ഫേസ് ചെയ്യുന്നത് മുൻഭാഗത്തുള്ള സ്കൂളിനെയാണ്. പുറകുവശത്തു നിന്നാണ് ഈ മരം വെട്ടുകാരൻ ആ കാഴ്ച കണ്ടത്. ശരിക്കും ഞെട്ടിത്തെറിച്ച് സ്തംഭിച്ച് ആ മരം വെട്ടുകാരൻ ആ തലയില്ലാത്ത ബോഡിയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ അയാൾ ഒന്നുകൂടി ഞെട്ടിച്ചുകൊണ്ട് ആ ബോഡി മൂവ് തുടങ്ങി. ആ ബോഡി സ്കൂളിന് നേരെ നടക്കുകയാണ്. ഭയന്നുപോയ ആ മരം വെട്ടുകാരൻ അതിവേഗം ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി. അവിടെ ആ സമയത്ത് ആ വണ്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ലോഡിംഗ് ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഭയന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടി വരുന്ന അയാളെ കണ്ടതും കൂടുതൽ ആളുകൾ ചോദിച്ചു, ഏയ് രാജ, എന്താ വിഷയം? രാജ എന്ന് വിളിക്കപ്പെട്ട അയാളോട് സംസാരിക്കുന്ന ആളോട് സംസാരിക്കാൻ കുറെ സമയം പിടിച്ചു. ശരിക്കും അയാൾ കിതയ്ക്കുന്നുണ്ട്. അയാൾക്ക് ശ്വാസം ഒന്ന് എടുക്കാൻ പറ്റിയപ്പോൾ അയാൾ ആ ലോഡ് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു, ഞാനേ ഒരാളെ കണ്ടു. എവിടെ? അവിടെ. നീ എന്താ കണ്ടേ? ആൾക്ക് തലയില്ലെന്നോ? നീ എന്താണ് പറയുന്നത്? അങ്ങനെ ചോദിച്ചെങ്കിലും രാജ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ആ ആളുകൾ ഒന്നിറങ്ങ ഓടി. രാജ അവിടെ പുറകെ ഓടി. രാജ ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് ഓടിയെത്തിയ ആളുകൾ തിരിഞ്ഞ് രാജയെ നോക്കുമ്പോൾ രാജ മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അവരും മുന്നോട്ട് നോക്കി. അവിടെ ആരുമില്ല. ഓടിയെത്തി രാജ അവരോട് പറഞ്ഞു, ആ ആള് സ്കൂളിനെതിരെ നടക്കുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ രാജ പറഞ്ഞതും രാജ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ സ്കൂളിന്റെ ഭാഗത്തേക്ക് അതിവേഗം ഓടി. അവര് സ്കൂളിന്റെ ഏതാണ്ട് കോമ്പൗണ്ടിന്റെ അടുത്ത് വരെ ഓടിയെത്തി എന്ന് പറയാം. അവിടേക്ക് ഓടുമ്പോൾ ആ ഓടുന്ന ആളുകൾക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്തു തുടങ്ങി. അവരെ ആരോ നിരീക്ഷിക്കുന്നത് പോലെ ഒരു തോന്നൽ ഓടുന്ന ഓരോരുത്തർക്കും ഉണ്ടായി. കാട്ടിനകത്തുകൂടിയാണ് അവർ ആ സ്കൂളിന്റെ ഭാഗത്തേക്ക് ഓടുന്നത്. നമ്മളെ ആരെങ്കിലും രഹസ്യമായി രാത്രിയിൽ നിരീക്ഷിക്കുന്നതായി നമുക്ക് തോന്നിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും. അതേ ഭയം രാജയ്ക്കൊപ്പം ഓടിയെത്തിയ ആ എല്ലാ ആളുകൾക്കും പെട്ടെന്നാണ് ഉണ്ടായത്. അവർ പെട്ടെന്ന് അറിയാതെ തിരിഞ്ഞുപോയി. അവരെ കാടിനകത്തേക്ക് നോക്കി അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ പെട്ടെന്ന് അവർക്ക് മറ്റൊരു ഫീൽ ഉണ്ടായി. പുറയിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് അവരാരോ നോക്കുന്നതായി ഒരു തോന്നലാണ് അവർക്കുണ്ടായി. എല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞ് സ്കൂളിന്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ ആരുമില്ല. പക്ഷെ ആ സമയത്ത് കാടിന്റെ ഭാഗത്തു നിന്ന് ആരോ നോക്കുന്ന പോലെ അവർക്ക് തോന്നുകയും ചെയ്തു. ആകെ ഞെട്ടിപ്പോയ ആ ടീം പെട്ടെന്ന് രാജയെ വിളിച്ചുകൊണ്ട് തിരിഞ്ഞ് ലോറി കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. ആ ആൾക്കൂട്ടത്തിന് അസ്വാഭാവികമായ എന്തോ അവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായതും അവർ ഓടി വന്ന് ലോറിയിലേക്ക് കയറി. അതിവേഗം ആ ലോഡിംഗ് പൂർത്തീകരിച്ച ആ ടീം ലോറിയുമായി ആ ഫോറസ്റ്റ് ബംഗ്ലാവുള്ള ഭാഗത്തേക്ക് അങ്ങ് പാഞ്ഞു പോയി. അവിടെ ആ ഫോറസ്റ്റ് ബംഗ്ലാവ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചായക്കടയുണ്ട്. ചായക്കടയുടെ ഭാഗത്തെത്തിയതും ഡ്രൈവർ വണ്ടി നിർത്തി. ശരിക്കും അയാൾ കിതയ്ക്കുന്നുണ്ട്. ആ ലോറിയിലുള്ള എല്ലാവരും നന്നായി കിതയ്ക്കുകയാണ്. നന്നായി കിതയ്ക്കുന്നുണ്ടെങ്കിലും അവരറിഞ്ഞ ആ കാര്യം ആ ചായക്കടയിലുള്ള ആളുകളോട് സംസാരിക്കണമെന്ന് ഒരു തോന്നൽ. ആ ടീം ലോറിയിൽ നിന്ന് താഴെ ഇറങ്ങി. വണ്ടി ഒതുക്കിയ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ചായക്കടയിലെത്തി അവര് കണ്ട കാര്യം അവിടെയുള്ള ആളുകളോട് സൂചിപ്പിച്ചു. അത് കേട്ടതും അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ആ ലോറിക്കാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടതുപോലെ ആ കാഴ്ച വേറെയും ആളുകൾ കണ്ടിട്ടുണ്ട്. സത്യമാണോ? അതെ, തലയില്ലാത്ത ഒരാളുടെ ബോഡി സ്കൂളിന് നേരെ നടക്കുന്നതിലെ നിങ്ങൾ കണ്ടത്? അതെ, അതാ ഞങ്ങൾ കണ്ടത്. അത് പലരും കണ്ടതാണ്. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ്.
ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ആ ലോറിക്കാരോട് പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ വേറൊരാള് ലോറിക്കാരോട് പറഞ്ഞു, ഇന്നാള് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അവൻ ടൂർ ഓപ്പറേറ്റർ എന്ന നിലയിൽ അറേഞ്ച് ചെയ്ത ഒരു ടൂറിസ്റ്റ് സംഘത്തിലെ ഒരാളുടെ അനുഭവമാണ് അവ എന്നോട് പറഞ്ഞത്. ശരിക്കും ഇവിടെ ഈ സ്ഥലം കാണാനായി അനവധി ആളുകൾ എത്താറുണ്ട്. പക്ഷെ എല്ലാ ആളുകളും 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകും. 5 മണി കഴിയുമ്പോൾ ആ സ്ഥലത്ത് ഒരു വല്ലാത്ത ഫീലാണ്. ആരോ നമ്മളെ നോക്കുന്ന പോലെ ഒരു ഫീലാണ് 5 മണിക്ക് ശേഷം എല്ലാവർക്കും ഉണ്ടാവുക. അത് നമ്മളിലൊരു ഭയം ഉണ്ടാക്കും. ആ കാര്യം ടൂറിസ്റ്റുകളോട് ടൂർ ഓപ്പറേറ്റേഴ്സ് നേരത്തെ തന്നെ സൂചിപ്പിക്കും. എൻ്റെ സുഹൃത്തും ആ വണ്ടിയിലെ എല്ലാ ആളുകളോടും അത് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ ആ ടൂറിസ്റ്റ് ടീമിലെ ഒരാൾ 5 മണി കഴിഞ്ഞിട്ടും ആ ഭാഗത്ത് തങ്ങിയിരുന്നു. അവൻ, നിങ്ങൾ കണ്ടില്ലേ ആ ഫോറസ്റ്റ് ബംഗ്ലാവ്, അവിടെ നിന്ന് ആ സ്കൂളിൻ്റെ അടുത്തേക്കാണ് നടന്നത്. അവിടെ സ്കൂളിൻ്റെ സമീപത്ത് ഒരു കാടുണ്ടല്ലോ, ആ കാടാണ് അവൻ്റെ ലക്ഷ്യം. ആളുകൾ പറഞ്ഞു കേട്ട കഥ ശരിയാണോന്നറിയാൻ അവൻ അവിടേക്ക് പോയതാണ്. അവൻ ആ സ്കൂള് കഴിഞ്ഞ് കാടിൻ്റെ അടുത്തെത്തിയപ്പോൾ അവനും ഒരു കാഴ്ച കണ്ടു. പെട്ടെന്ന് ആ ലോറിക്കാരൻ ചോദിച്ചു, ആ തലയിലെത്ത വ്യക്തിയാണോ കണ്ടത്? ഏയ്, അതല്ല. അവൻ കണ്ടത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് തലയൊക്കെ ഉണ്ട്. ഒരു ചാര നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ച ഒരു സ്ത്രീ കാടിനകത്തോടി നടന്നു പോകുന്നതാണ് അവൻ കണ്ടത്. കൗതുകം തോന്നി അവൻ ആ സ്ത്രീയെ പിന്തുടർന്ന് കാടിനകത്തേക്ക് കയറി. അല്പദൂരം അവൻ നടന്നപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ അങ്ങ് ശൂന്യതയിൽ അപ്രത്യക്ഷമായി. കാടിനകത്ത് അവൻ മാത്രമാണ് ആ സമയത്തുള്ളത്. ഭയന്നുപോയ അവൻ എങ്ങോട്ട് തിരിഞ്ഞാലും ആരൊക്കെ നോക്കുന്ന പോലെ. ശരിക്കും പേടി കൊണ്ട് വിറച്ചുപോയ അവൻ സ്കൂളിന്റെ നേരെ ഓടുമ്പോൾ ആരൊക്കെയോ അവന്റെ പുറകെ ഓടുന്ന ശബ്ദം അവൻ കേട്ടു. കാലടി ശബ്ദമാണ് അവൻ കേട്ടത്. പക്ഷെ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അവൻ ഉണ്ടായിരുന്നില്ല. അവൻ അതിവേഗം സ്കൂളിന്റെ സമീപത്തൂടെ ഓടി ഈ മെയിൻ റോഡിൽ കയറി ഇവിടേക്ക് ഓടി വരികയായിരുന്നു. അവൻ ഓടി വരുമ്പോൾ ആ ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാവരും അവനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. ഓടിയെത്തി അവൻ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അവന്റെ ദേഹം മുഴുവൻ ചുട്ടു പൊള്ളിയിട്ടുണ്ട്, നന്നായി പനിച്ചിട്ടുണ്ട്. അവൻ ശരിക്കും ഭയന്നിരിക്കുകയായിരുന്നു. അവന് സംസാരിക്കാനുള്ള പരിമമായപ്പോഴാണ് അവൻ ഈ കഥ ആ ബസ്സിലെ ആളുകളോട് പറഞ്ഞത്. അവർ വഴിയാണ് ഈ കഥ എൻ്റെ സുഹൃത്ത് അറിഞ്ഞത്. ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ കൂടി അവിടെയുള്ള ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ലോറി തൊഴിലാളികൾക്ക് ശരിക്കും ഒരു അതിശയം, തികച്ചും അസ്വാഭാവികമായ എന്തോ ഒന്ന് അവിടെ ഉണ്ട്. അങ്ങനെ തോന്നിയതും ആ ലോറിക്കാർ ആ കടയിലെ ആളുകളോട് ചോദിച്ചു, അല്ല എന്താ ഇതിന്റെയൊക്കെ കാരണം? ഏയ്, അപ്പൊ നിങ്ങൾക്ക് കാര്യമൊന്നും അറിയില്ലേ? ഇല്ല. ഇടോ, അതറിയില്ലേ അല്ലേ? നിങ്ങള് ആ മരം മുറിച്ചതിന് സമീപത്തോ ഒരു സ്കൂള് കണ്ടില്ലേ? അത് കണ്ടായിരുന്നു. ആ സ്കൂള് 1879 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതാണ് ഈ സംഭവത്തിൻ്റെയൊക്കെ ബേസ്. ചായക്കടക്കാരനാണ് ആ കാര്യം പറഞ്ഞത്. ആളുകൾ പറഞ്ഞു കേട്ട അറിവ് അയാൾ പങ്കുവച്ചതാണ്. ആ സ്കൂളിൽ എന്തോ വിഷയമുണ്ട്. ആ സ്കൂളിൽ വിഷയമുണ്ടെന്നുള്ള കാര്യം ചായക്കടക്കാരൻ പറഞ്ഞെങ്കിലും എന്താണ് ആ വിഷയമെന്ന് അയാൾ ആ ലോറി തൊഴിലാളികളോട് പറഞ്ഞതുമില്ല. ആ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം അറിയാം. പക്ഷെ അവരാരും തന്നെ ആ ലോറി ഡ്രൈവറോടോ അതിലെ മറ്റാളുകളോടോ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതുമില്ല. അവരെല്ലാവരും നിശബ്ദരായിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ അവർ പോലും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ആ സ്കൂളിരിക്കുന്ന ഭാഗത്തേക്ക് പാറി വീഴുന്നുണ്ട്. അങ്ങനെ പാറി വീഴുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ഭയം നെളിക്കുന്നത് ആ ലോറി ഡ്രൈവറും കൂടുതൽ ആളുകളും കണ്ടതും അവര് അതിവേഗം ചായ കുടിച്ചതിന്റെ പൈസയെ കൊടുത്തിട്ട് വാഹനത്തിലേക്ക് കയറി. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ആ സമയത്ത് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ ലോറി അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ചായക്കടയിൽ ഇരിക്കുന്ന ആളുകൾ ആ സ്കൂളിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു ഭയം അവർക്കൊക്കെ ഉണ്ട്. ആ സമയത്ത് ചായക്കടക്കാരൻ ആ ചായ പരിപാടിയൊക്കെ നിർത്തി കട അടയ്ക്കാനുള്ള തിടുക്കത്തിലാണ്. 6 മണിക്ക് മുമ്പ് അയാൾ കട അടയ്ക്കും. ഇപ്പോൾ സമയം ഏകദേശം 5:45 കഴിഞ്ഞിരിക്കുകയാണ്. അയാൾ കടയടയ്ക്കാനുള്ള തിടുക്കം കൂട്ടുന്നുണ്ടതും ബാക്കി ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അതിവേഗം കട അടച്ചു. ചായക്കടക്കാരനും ആ ആളുകളും താഴേക്ക്, അതായത് ഫോറസ്റ്റ് ബംഗ്ലാവ് കഴിഞ്ഞ് വീണ്ടും താഴേക്കുള്ള റോഡിൽ കൂടി അതിവേഗം നടന്നു മാറുകയാണ്. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറണമെന്നൊരു തോന്നൽ അവർക്കുണ്ടെന്ന് അവരുടെ ആ നടത്തം വിളിച്ചു പറയുകയാണ്. ഈ സംഭവം പതുക്കെ പതുക്കെ ആ മേഖലയിൽ അങ്ങ് സ്പ്രെഡായി. നേരത്തെ തന്നെ ഈ വിക്ടോറിയ സ്കൂളിനെ കുറിച്ച് ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഒന്നുകൂടി കൂടാൻ ഈ സംഭവം ഇടയാക്കി എന്നാണ് സത്യം. ഈ സംഭവം കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞു. 2000-ലെ വെക്കേഷന്റെ അവസാന ഘട്ടം. അവിടെ ആ സ്കൂളിന് സമീപത്ത് സ്റ്റാഫുകളൊക്കെ താമസിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ സ്കൂൾ തുറക്കാറാകുമ്പോൾ സ്റ്റാഫുകളൊക്കെ മടങ്ങിയെത്തി താമസം ആരംഭിക്കും. വെക്കേഷൻ ആകുന്ന സമയത്ത് അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് പോകും. ഈ വർഷം ജോലി കിട്ടിയ ഒരു കുട്ടി ടിങ്കിൾ അവിടെ സ്കൂൾ തുറക്കുന്നതിന് ഏകദേശം 3 ദിവസം മുമ്പാണ് അവിടെ എത്തിയത്. ആ സ്ഥലത്ത് ഒരു താമസ സൗകര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവൾ അവളുടെ അമ്മയ്ക്കൊപ്പം നേരത്തെ എത്തിയത്.
അവളും അവളുടെ അമ്മയും ആ ടീച്ചേഴ്സൊക്കെ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് താമസിക്കുന്നത്. ടീച്ചേഴ്സ് വന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ മകളെ അവിടെ ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങാമെന്നാണ് ട്വിങ്കിളുടെ അമ്മ കരുതിയിരിക്കുന്നത്. ആ ബിൽഡിങ്ങിൽ ആ ദിവസം ട്വിങ്കിളും അമ്മയും മാത്രമാണുള്ളത്. പുറത്തൊരു സെക്യൂരിറ്റി ഉണ്ട്. രാത്രി ഏകദേശം ഒരു 10 മണി കഴിഞ്ഞ് കാണും. നല്ല ഇരുട്ടും തണുപ്പുമുള്ള ആ ദിവസം പെട്ടെന്നാണ് ഒരു കലപില ശബ്ദം ട്വിങ്കിളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവള് ജനാലയിലൂടെ ആ കലപില ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ ആ ശബ്ദം വരുന്നത് പുറകിലുള്ള സ്കൂളിൽ നിന്നാണ്. സ്കൂളിനകത്തുനിന്ന് കലപില ശബ്ദവും പിള്ളേരെ കളിക്കുന്ന ഒരു ശബ്ദമാണ് അവൾ കേട്ടത്. അതൊരു ബോയ്സ് ഹൈസ്കൂളാണ്. ആ ബോയ്സ് ഹൈസ്കൂളിൽ ഈ രാത്രിയിൽ ആരാ കളിക്കുന്നത്? ട്വിങ്കിളിന് ആ ചോദ്യം ശരിക്കൊരു അതിശയം ഉണ്ടാക്കി. അവള് ആ മുറിയിൽ തന്നെ ഉറങ്ങുന്ന അവളുടെ അമ്മയെ വിളിച്ചുണർത്തി. അവളുടെ അമ്മയോട് അവൾ പറഞ്ഞു, അമ്മ, സ്കൂളിൽ പിള്ളേരാരെ കളിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴോ ഈ രാത്രിയിലോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ അമ്മ ട്വിങ്കിളിനോട് അങ്ങനെ ചോദിച്ചതും അവള് അമ്മയുടെ കൈ പിടിച്ച് ആ ജനാലയുടെ അടുത്തെത്തി. ആ സമയത്ത് സ്കൂളിനകത്തുനിന്ന് പിള്ളേർ കളിക്കുന്ന ശബ്ദം കേൾക്കാം. ഒത്തിരിയേറെ പിള്ളേർ കളിക്കും പോലെ ഒരു ശബ്ദം. ആ രാത്രിയിൽ സ്കൂൾ കെട്ടിടത്തിനകത്ത് കയറി കളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയ ട്വിങ്കിൾ ഒരു കർത്തവ്യബോധമുള്ള ടീച്ചറെ പോലെ പെരുമാറാൻ തീരുമാനിച്ചത് ആ നിമിഷത്തിലാണ്. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ, നമുക്ക് അവിടെ ചെന്ന് ആ പിള്ളേരോട് രാത്രി അവിടെ കളിക്കേണ്ടെന്ന് പറയാം. അവൾക്ക് ആ സ്ഥാപനത്തിൽ ജോലി കിട്ടിയിരിക്കുകയാണല്ലോ. ആ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് ട്വിങ്കിളിനെ കൊണ്ട് യഥാർത്ഥത്തിൽ ആ ഡയലോഗ് പറയിച്ചത്. അവളുടെ അമ്മ വിസമ്മതിച്ചെങ്കിലും ട്വിങ്കിള് നിർബന്ധിച്ചപ്പോൾ അമ്മ അവൾക്കൊപ്പം അവിടെ നിന്ന് ഇറങ്ങി. അവരുടെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്. ടോർച്ചുമായി മുറി പൂട്ടി പുറത്തിറങ്ങിയ അവർ രണ്ടുപേരും കൂടി താഴെ എത്തുമ്പോൾ സെക്യൂരിറ്റി അവിടെ ഇല്ല. അവര് ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി പുറകിൽ കാണുന്ന സ്കൂളിന് നേരെ നടന്നു തുടങ്ങി. അതിവിശാലമായ ഒരു സ്കൂളാണ്. 3 നിലകളിലായി ആ സ്കൂൾ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ്. വിക്ടോറിയ കാലത്തിലെ ബ്രിട്ടീഷ് നിർമ്മിതിയാണ് ആ സ്കൂള്. മനോഹരമായ ഒരു സൃഷ്ടിയാണ്. ആ വിക്ടോറിയ ബോയ്സ് ഹൈസ്കൂളിലേക്ക് ട്വിങ്കിൾ അമ്മയും ഒന്നിച്ച് നടന്നെത്തി. അവിടെ ഒരു ഗ്രില്ലുണ്ട്. അവൾ നോക്കുമ്പോൾ ആ ഗ്രില്ല് ഇളകിയിരിക്കുകയാണ്. ട്വിങ്കിൾ ആ ഗ്രില്ല് ഒരു വശത്തേക്ക് നീക്കി. ഈ സമയത്തും അകത്ത് ചിരിയും കളിയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ രാത്രിയിൽ ആ പൊളിഞ്ഞ ഗ്രില്ല് വഴി ആരാ സ്കൂളിൽ കയറി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ആ ഒരു ചോദ്യമാണ് അപ്പോഴും ട്വിങ്കിളുടെ മനസ്സിലുള്ളത്. ട്വിങ്കിൾ നടന്ന് ആ പടിക്കെട്ടിൻ്റെ ഭാഗത്തെത്തി. അവിടെ ആ പടിക്കെട്ട് ഓപ്പണായി കിടക്കുകയാണ്. മുകളിലത്തെ നിലകളിലേക്ക് ആ പടിക്കെട്ട് വഴി കയറാം. ഇടതുവശത്തും വലതുവശത്തുള്ള മുറികളെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ശബ്ദം വരുന്നത് മുകളിലത്തെ നിലകളിൽ നിന്നാണ്. ട്വിങ്കിള് അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ ടോർച്ച് പഠിച്ച് ആ രാത്രിയിൽ ആ പടിക്കെട്ടിൽ കയറി 2ാമത്തെ നിലയിലെത്തി. അവള് 2ാമത്തെ നിലയിൽ കാലെടുത്ത് വെച്ചതും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്ന പോലെ അവിടെയുള്ള മുഴുവൻ ശബ്ദവും അങ്ങ് നിലച്ചു. ഒരു ശബ്ദവും ഇപ്പൊ കേൾക്കുന്നില്ല. അവള് വരുന്നത് കണ്ടിട്ട് പിള്ളേര് പതുക്കെ പതുങ്ങിയതാവും, അല്ലെങ്കിൽ മിണ്ടാതെ ഒളിച്ചിരിക്കുന്നതാവും. അങ്ങനെ തോന്നിയ ട്വിങ്കിൾ ഇടതുവശത്തെ റൂമിന് നേരെ നടന്നു. വളരെ വിശാലമായ ക്ലാസ് മുറികൾ ഇടത്തേക്കും അതുപോലെ വലത്തേക്കുമുണ്ട്. ആ ഇടതുവശത്തെ റൂമിലെ വാതിൽ ശരിക്കും ചാരിയിട്ടേ ഉള്ളൂ. ട്വിങ്കിൾ പതുക്കെ ആ വാതിലൊന്ന് തൊട്ടു. ആ വാതില് തുറന്ന ട്വിങ്കിൾ ടോർച്ച് ആ മുറിക്കകത്തേക്ക് അടിച്ചു. അവിടെ ആരുമില്ല, ഒരു കുഞ്ഞു പോലുമില്ല. പക്ഷെ ആ മുറിയിൽ നിന്നാണ് ശബ്ദം കേട്ടതെന്ന് ഒരു തോന്നൽ ട്വിങ്കിളിനുണ്ട്. ട്വിങ്കിൾ അത് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ എല്ലാ ഭാഗത്തും ഒന്നുകൂടെ ടോർച്ച് അടിച്ചു. അവിടെ ആരുമില്ല. ധാരാളം ബെഞ്ചും ഡെസ്കും ഒക്കെ ആ ക്ലാസ് മുറിയിലുണ്ട്. ട്വിങ്കിൾ ആ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ അടിയിലേക്കൊക്കെ അടിച്ചു നോക്കി. ഒരു കുഞ്ഞിനെ പോലും അതിനകത്ത് കാണാനില്ല. അവള് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ വാതിൽ ചാരിയിട്ട് ഇനി ഏത് മുറി പരിശോധിക്കണമെന്ന് അറിയാൻ വേണ്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ അമ്മയും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം അവരും താഴ്ന്ന് മുകളിലേക്ക് കയറുമ്പോൾ മുകളിൽ കളിയും ചിരിയും കേട്ടതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മറ്റേതെങ്കിലും മുറിയിൽ ഉണ്ടാകുമെന്നൊരു തോന്നൽ അവർക്കുണ്ട്. പക്ഷെ അടുത്ത മുറികളുടെ അടുത്തേക്ക് വരുമ്പോൾ ട്വിങ്കിളും അമ്മയും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാ മുറികളും ലോക്ക്ഡാണ്. ഇടതുവശത്തേക്കുള്ള എല്ലാ മുറികളിലും ലോക്ക്ഡാണെന്ന് മനസ്സിലായതും ട്വിങ്കിളും അമ്മയും കൂടി വലത് ഭാഗത്തേക്ക് നടന്നു. അവിടെയും എല്ലാ മുറികളും ലോക്ക്ഡാണ്. ലോക്ക്ഡ് അല്ലാത്ത ഒരേ ഒരു മുറി ഇടതുവശത്തെ ആദ്യത്തെ മുറിയായിരുന്നു. ആ മുറിയിൽ ആരുമില്ല. ബാക്കി എല്ലാ മുറിയും ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇനി ജനാല വഴി പിള്ളേരെ അകത്ത് കടന്നതായിരിക്കും. അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ ട്വിങ്കിൾ എല്ലാ ജനാലയിലും തട്ടി നോക്കി. എല്ലാ ജനാലകളും ലോക്ക്ഡാണ്. 2ാമത്തെ നിലയിൽ ആരുമില്ല എന്ന് ഉറപ്പായതും ട്വിങ്കിൾ അമ്മയും കൊണ്ട് 3ാമത്തെ നിലയിലേക്ക് കടന്നു. അവിടെയും അവള് സൂക്ഷ്മമായി പരിശോധിച്ചു.
അവിടെയും ആരുമില്ല. മൂന്നാമത്തെ നിലയിലും ആരെയും കാണാതെ വന്നതും ടിങ്കിളും അമ്മയും കൂടി താഴെ ഇറങ്ങി ആ ഗ്രില്ല് വലിച്ചടച്ചതിന് ശേഷം അവർ താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് നടന്നു. അവർ ബിൽഡിങ്ങിൽ നടന്നെത്തുമ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന കണ്ടു. ഏയ്, നിങ്ങൾ അവിടെ പോയതാ? സെക്യൂരിറ്റി ആ ചോദ്യം അവരോട് ചോദിച്ചതും ആ ചോദ്യം തന്നെ അവർ തിരിച്ച് സെക്യൂരിറ്റിയോട് ചോദിച്ചു. അല്ല, ഞങ്ങൾ ഇവിടേക്ക് നോക്കിയല്ലോ, നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെ പറഞ്ഞതും ടിങ്കിൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു, അല്ല, ആ സ്കൂളിൽ രാത്രി ശബ്ദം കേട്ടല്ലോ, ഞങ്ങളവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. ടിങ്കിൾ അത് പറഞ്ഞതും സെക്യൂരിറ്റിയുടെ മുഖത്ത് ഒരു ഭയമുണ്ടായി. ഏയ്, ടീച്ചർ എന്തിനാ അങ്ങോട്ട് പോയത്? സ്കൂളിലേക്കാണ് ടീച്ചർ പോയെന്ന് കേട്ടപ്പോൾ ആ സെക്യൂരിറ്റി അറിയാതെ ചോദിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ സ്കൂളിനകത്തുനിന്ന് കുട്ടികൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഈ രാത്രിയിൽ കുട്ടികൾ എന്തിനാ സ്കൂളിൽ കയറുന്നത്? അത് ചോദിക്കാം എന്ന് കരുതിയാ ഞാൻ അവിടേക്ക് ചെന്നത്. അത് കേട്ടതും സെക്യൂരിറ്റിക്കാരൻ ടീച്ചർ ടിങ്കിളിനോട് പറഞ്ഞു, ടീച്ചർ അവിടേക്ക് പോകണ്ടായിരുന്നു. അതെന്താ? ടീച്ചർ കേട്ട ആ ശബ്ദം യഥാർത്ഥത്തിൽ ടീച്ചർക്കുണ്ടായ ഒരു തോന്നലാണ്. തോന്നലോ? ഏയ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാനും അമ്മയും ഇവിടെ നിന്ന് കൃത്യമായി കേട്ടതല്ലേ. അവിടെ കുട്ടികൾ ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ ഞങ്ങൾ നന്നായി കേട്ടതാണ്. ടീച്ചർ അത് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ അറിയാത്ത ചില കാര്യങ്ങൾ ആ സ്കൂളുമായി ബന്ധിപ്പിച്ചുണ്ട്. ഈ രാത്രിയിൽ ഞാൻ എന്തായാലും ടീച്ചറോട് അത് പറയുന്നില്ല. നമുക്ക് നാളെ ഈ വിഷയം സംസാരിക്കാം. ഇപ്പം രാത്രി ഇത്രയായില്ലേ, ടീച്ചർ അമ്മയോടൊപ്പം ചെല്ല്. അങ്ങനെ സെക്യൂരിറ്റി തീർത്തു പറഞ്ഞതും ടിങ്കിളും അമ്മയും കൂടി അവരുടെ മുറിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ടിങ്കിളിന്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമാണ് ഉള്ളത്. രാവിലെ ആ സെക്യൂരിറ്റിക്കാരനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കണം. അവൾ റെഡിയായി താഴെ എത്തുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ അവർക്കുള്ള കാപ്പിയുമായി എത്തിയിരിക്കുകയാണ്. താഴെയുള്ള ചായക്കടയിൽ പോയി അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ചായ കുടിക്കുന്നതിനിടയിൽ ടിങ്കിൾ സെക്യൂരിറ്റിക്കാരനോട് തലേദിവസത്തെ സംഭവങ്ങളെക്കുറിച്ച് വീണ്ടും ചോദിച്ചു. അത് കേട്ടതും സെക്യൂരിറ്റിക്കാരൻ ടിങ്കിളിനോട് പറഞ്ഞു, ടീച്ചർ, എനിക്കും നിങ്ങൾക്കുണ്ടായതുപോലെ ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജോലി കിട്ടി വന്നപ്പോൾ ഒരു ദിവസം രാത്രിയിൽ സ്കൂളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു കുട്ടി കരയുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. ശബ്ദം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഞാൻ ഉടൻ തന്നെ ടോർച്ചുമായി സ്കൂൾ ബിൽഡിങ്ങിലേക്ക് ഓടിയെത്തി. ഞാൻ അങ്ങോട്ട് ഓടിയെത്തുമ്പോൾ ഒരു കുട്ടി ഗ്രില്ലിൽ പിടിച്ച് കരയും പോലുള്ള ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ആ ഗ്രില്ലിൻ്റെ അടുത്തെത്തുമ്പോൾ ശരിക്കും ഞാൻ അറിയാതെ നിന്നുപോയി. അതെന്താ? ശരിക്കും എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ ഗ്രില്ലിൽ പിടിച്ച് കുലുക്കുന്ന കുട്ടിയുടെ കൈ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബോഡി ആ കൈക്കൊപ്പം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? കൈ മാത്രമോ? അങ്ങനെ കിലുക്കാൻ പറ്റൂ? ടീച്ചറെ, അത് മാത്രമല്ല കാര്യം, ആ കിലുക്കുന്ന കൈയുടെ കൂടെ ഒരു ശബ്ദവും ഞാൻ കേട്ടു. എന്നെ വിട് എന്ന് പറഞ്ഞ ഒരു കുട്ടി കരയുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. സാറേ, എന്നെ വിട്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി കരയുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ കാണുന്നത് ആ രണ്ട് കൈ മാത്രമാണ്. പേടിച്ചുപോയ ഞാൻ തിരിച്ച് ഇവിടേക്ക് ഓടിയെത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ സെക്യൂരിറ്റി പറഞ്ഞ കഥ കേട്ടപ്പോൾ ടിങ്കിളുടെ അമ്മയും അറിയാതെ മുഖാമുഖം നോക്കിപ്പോവുകയാണ്. ആ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ തലേദിവസത്തെ സംഭവങ്ങൾ ടിങ്കിളുടെ മനസ്സിലേക്ക് പിന്നെയും കടന്നു വരികയാണ്. ടിങ്കിൾ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, അല്ല ചേട്ടാ, പിന്നീട് ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ? ടീച്ചറെ, പിന്നീട് ഞാൻ പലതവണ ആ ശബ്ദം കേട്ടു, പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അതെന്താ? ഞാൻ ഈ സംഭവം പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ അറിയിച്ചപ്പോൾ അവരാണ് ഇതിൻ്റെ കാരണം എന്നോട് പറഞ്ഞത്. കാരണമോ? അതെ ടീച്ചറെ, ഇതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ടീച്ചറെ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. തേജസ് ഗാംഗുലി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഇവിടെ എല്ലാവർക്കും ആ കഥ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറോട് പറയുന്നത്. തേജസ് ഗാംഗുലി കാണാൻ നല്ല സുമുഖനായ നല്ല രസമുള്ളൊരു കുട്ടിയായിരുന്നു എന്നാണ് ഇവിടെ ആളുകളൊക്കെ പറയുന്നത്. അന്ന് ഈ സ്കൂള് വളരെ സ്ട്രിക്റ്റായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു അന്ന് ഈ സ്കൂള്. ഒരു ഈച്ചയ്ക്ക് പോലും അവരുടെ അനുവാദമില്ലാതെ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തേജസ് ഗാംഗുലി ഒരു ദിവസം സ്കൂളിൽ നിന്ന് പോകാൻ ലേറ്റായത്. ഇവിടെ കൃത്യസമയത്ത് പോവുകയും വരികയും ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. അവൻ ലേറ്റായപ്പോൾ അത് കണ്ട ഒരു അധ്യാപകൻ അവനെ വഴക്കു പറഞ്ഞു. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്.
തേജസ് ഗാംഗുലിയെ വഴക്ക് പറഞ്ഞ അയാൾ ശരിക്കും താമസിച്ച് സ്കൂളിൽ നിന്ന് പോകുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ് അവനെ ഒന്ന് ഭയപ്പെടുത്തി. എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് ആർക്കും അറിയില്ല. അന്ന് ആ കുട്ടി വീട്ടിൽ മടങ്ങിയെത്തിയില്ല. അവൻ മടങ്ങിയെത്താതായതും അവൻ്റെ വീട്ടുകാരും പോലീസും ഒക്കെ അവനെ അന്വേഷിച്ചു തുടങ്ങി. സകല സ്ഥലത്തും അവനെ തിരഞ്ഞു. അവനെ എല്ലാ സ്ഥലത്തും തിരയുമ്പോൾ അവൻ അവസാനമായി കണ്ട ആ സാറിനോടും സ്കൂളിലെ അധികാരികളും അതുപോലെ പോലീസും ഒക്കെ ആ കുട്ടിയെക്കുറിച്ച് തിരക്കിയിരുന്നു. സാറിന് കൂടുതലൊന്നും അറിയില്ല. അവൻ സ്കൂളിൽ നിന്ന് താമസിച്ചിറങ്ങിയപ്പോൾ അത് ചോദ്യം ചെയ്തു എന്നതല്ലാതെ വേറൊന്നും താൻ ഓർക്കുന്നില്ല എന്നാണ് സാറ് അന്ന് പോലീസുകാരോട് പറഞ്ഞത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ആ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് പോകുന്ന ആ റോഡിന്റെ വശത്തായിട്ട് ആ കുട്ടി കിടക്കുന്നത് ആളുകൾ കണ്ടു. അവിടേക്ക് ആളുകൾ ഓടിയെത്തുമ്പോൾ അവന്റെ കഴുത്ത് വേർവിട്ട് കിടക്കുകയാണ്, തല വെട്ടി മാറ്റിയിരിക്കുകയാണ്. ഈ സെക്യൂരിറ്റി ഗാർഡ് അത്രയും പറഞ്ഞതും ടീച്ചർ ടിങ്കിൾ ശരിക്കൊന്നു വിറച്ചു എന്ന് പറയാം. ഒരു ഭയം അവരുടെ ബോഡി കൂടി അങ്ങനെ ഇരച്ചു കയറുകയാണ്. ടീച്ചറുടെ അമ്മയ്ക്കും ഒരു വല്ലാത്ത ഭയം. ഒരു സ്കൂൾ കുട്ടിയുടെ തല അറുത്ത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ടീച്ചർ ആ സംഭവം വല്ലാത്തൊരു പ്രശ്നമായി മാറി. അതിന്റെ കാരണം ആ കുട്ടിയുടെ തല അറ്റുപോയ സ്ഥലമാണ്. അവിടെ ശരിക്കും ഒരു കൽവിഗ്രഹമുണ്ട്. ആ കൽവിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ തല അറുത്ത് മാറ്റിയതാണ്. അതിന്റെ അർത്ഥം ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആ സെക്യൂരിറ്റി ഗാർഡ് ചോദിച്ചപ്പോൾ ടീച്ചർ ടിങ്കിൾ അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി ആ സെക്യൂരിറ്റി ഗാർഡിനെ നോക്കുകയാണ്. സെക്യൂരിറ്റി ഗാർഡ് ആ ടീച്ചറുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ആ കുട്ടിയെ ബലി കൊടുത്തതാണ്. ബലിയോ? അതെ, ആ കൽപ്രതിമയ്ക്ക് മുന്നിൽ ഇവിടെ ആടിനെ കോഴിയൊക്കെ ബലി കൊടുക്കാറുണ്ട്. അതേ കൽപ്രതിമയ്ക്ക് മുന്നിലാണ് ആ കുട്ടിയെ ബലി കൊടുത്തത്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആരോ കുട്ടിയുടെ കഴുത്ത് ആ പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് അറുത്ത് രക്തം കൊണ്ട് ആ പ്രതിമയെ കുളിപ്പിച്ചിരിക്കുകയാണ്. ആ സംഭവത്തിന് ശേഷമാണോ നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായത്? ശരിക്കും ഈ വിക്ടോറിയ സ്കൂളുമായി ബന്ധിപ്പിച്ച് ഈ ശൈലിയിലുള്ള ഒരുപാട് കഥകളാണ് ആളുകൾ കേൾക്കുന്നത്. ആ കഥകൾ കേൾക്കുന്നതൊക്കെയും അവധി ദിവസങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ്. അവധി കാലത്ത് ആ സ്കൂളിൽ നിന്ന് ശരിക്കും ഉറക്കി ചിരിക്കുന്ന ശബ്ദം കേൾക്കാം, കുട്ടികൾ കളിക്കുന്ന ശബ്ദവും കേൾക്കാം. ആരെങ്കിലുമൊക്കെ ആ ശബ്ദം കേട്ട് അന്വേഷിച്ചെത്തപ്പോൾ അവിടെ ആരെയും കാണത്തില്ല, പക്ഷെ അവിടെ ചിരിയും കളിയും കേൾക്കാം. അതുപോലെ ചിലപ്പോഴൊക്കെ കരയുന്ന ശബ്ദവും കേൾക്കാം. ചിലപ്പോൾ എന്നെ വിടൂ എന്ന് പറയുന്ന ശബ്ദവും കേൾക്കും. ചില സമയത്ത് വനത്തിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നതായിട്ടും ആളുകൾ കാണാറുണ്ട്. എന്നാൽ ചില സമയത്ത് ആ തേജസ് ഗാംഗുലിയുടെ ബോഡിയാണ് ആളുകൾ കാണുക. തേജസ് ഗാംഗുലി തലയില്ലാതെ നടന്നു പോകുന്ന ആ വിഷ്വൽ, അതൊരു വല്ലാത്ത വിഷ്വലാണ്. തേജസ് ഗാംഗുലിയുടെ ആ കഥ പോലെ തന്നെ പിന്നെയും പല കഥകളും അവിടെ പലരുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാം കുട്ടികളാണ്. കുട്ടികൾ പല സാഹചര്യത്തിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായ കഥകളാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി എന്നുള്ള കഥ പതുക്കെ അവിടെ പടർന്നു പിടിച്ചിട്ടുണ്ട്. ശരിക്കും ആ കഥകളുടെ ഒരു സമാഹാരമാണ് വിക്ടോറിയ സ്കൂൾ. ഇപ്പോഴും ആ ഫോറസ്റ്റ് ബംഗ്ലാവിന്റെ അടുത്തെത്തുമ്പോൾ ആളുകൾ അറിയാതെ അവിടേക്ക് നോക്കിപ്പോകും. 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ആളുകൾ ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യും. ഒരു ഭയം ആ സ്കൂളിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ സ്കൂളിനകത്തുനിന്ന് ചിരിയുടെയും കളിയുടെയും ശബ്ദം രാത്രി കേൾക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരാൾക്കും അതിന് ഉത്തരമില്ല എന്നത് മാത്രമാണ് സത്യം. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതുമായി കണക്ട് ചെയ്ത് ഒത്തിരിയേറെ കഥകൾ ആ വിക്ടോറിയ സ്കൂളുമായി ബന്ധിപ്പിച്ച് കാണാൻ പറ്റും. ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ കഥകളിലെ വാസ്തവം. എന്തായാലും ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ബിൽഡിംഗ് ആയിട്ട് ആ വിക്ടോറിയ സ്കൂള് നിൽക്കുന്ന വിവരം അറിഞ്ഞ ചില ബിരുദന്മാർ അത് തന്നെ കച്ചവടമാക്കി മാറ്റിയിട്ടുണ്ട്. പ്രേതങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിക്ടോറിയ സ്കൂളിന് സമീപത്ത് താമസിച്ച് രാത്രി പ്രേതങ്ങളെ നേരിട്ട് കാണാം എന്നാണ് അവർ പരസ്യം ചെയ്യുക. ശരിക്കും ഈ ആഭിചാരക്രിയകളോടൊക്കെ താല്പര്യമുള്ള ആളുകൾ വെക്കേഷൻ ആകുന്ന സമയത്ത് ഈ സ്കൂളിനെ തേടി വരും. സ്കൂളിലേക്ക് പ്രവേശനമില്ലെങ്കിലും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ആളുകൾ രാത്രി സെക്യൂരിറ്റി ഗാർഡുകളുടെ ശ്രദ്ധയപ്പെടാതെ ആ സ്കൂളിന് സമീപത്തേക്ക് വരുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. അവർക്കും പറയാനുള്ളത് സെയിം എക്സ്പീരിയൻസ് ആണ്. ശബ്ദം അവരും കേൾക്കാറുണ്ട്. ആരൊക്കെ അവരെ നിരീക്ഷിക്കുന്ന പോലെ അവർക്ക് തോന്നാറുമുണ്ട്. ആരാണ് അവരെ നോക്കിയതെന്നോ ആരാണ് ശബ്ദമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ ആഭിചാര പ്രക്രിയയുടെ ഭാഗമായിരിക്കുന്ന ആളുകൾക്ക് പോലും മറുപടിയില്ല എന്നതാണ് സത്യം. എന്തായാലും ശരിക്കും ദുരൂഹമായ ഒരു ബിൽഡിങ്ങും ആ ബിൽഡിങ്ങിൽ നടന്ന മരണവുമാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ശരിക്കും പ്രേതങ്ങളുടെ കഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉറപ്പായും ഓർത്തിരിക്കേണ്ട ഒരു കഥാപാത്രം ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയാണ്.
ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള ഞാൻ നേരത്തെ കഥാരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കുക. രാത്രിക്കാണെങ്കിൽ ഒന്ന് പേടിക്കാമല്ലോ. ഇതുവരെ ഈ കഥകൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.